BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കേരളത്തിൽ UDFന്റെ മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകൾ നീണ്ടുപോകുകയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് നടന്ന നിർണായക യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ, രാഹുൽ ഗാന്ധി, AICC നേതാക്കൾ VD സതീശൻ, KC വേണുഗോപാൽ, ചെന്നിത്തല എന്നിവർ ഇത് സംബന്ധിച്ച് നേരിൽ കണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു. മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന 3 മണിക്കൂർ നീണ്ട ചർച്ചയിൽ കേരളത്തിൽ ആരാകും മുഖ്യമന്ത്രി എന്നത് മാത്രം തീരുമാനമായില്ല. ഇത്തരത്തിൽ മുഖ്യമന്ത്രി ചർച്ചകൾ നീളുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിനൊപ്പം തഴയപ്പെടുന്ന നേതാക്കൾക്കായി പാക്കേജ് പ്രഖ്യാപിക്കുന്നു എന്നാണ് വിവരം. നിലവിലെ സാഹചര്യത്തിൽ സ്ഥാനം നഷ്ടപ്പെടുന്ന നേതാക്കൾ പാർട്ടി വിട്ടു പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇതിന് തടയിടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നീക്കം. നിലവിൽ പാർട്ടി നിർദ്ദേശം വന്നിട്ടും KC വേണുഗോപാലിന്റെയും VD സതീശന്റെയും ഫ്ലക്സുകൾ വരെ എടുത്തു മാറ്റാൻ മടിച്ചു നിൽക്കുന്നവരാണ് അണികൾ. ഇരുവരിൽ ആര് മുഖ്യമന്ത്രി ആയാലും പ്രതിഷേധങ്ങൾ ഉയരാൻ സാധ്യതകൾ ഏറെയാണ്. കഴിഞ്ഞ ദിവസത്തെ ചർച്ചകൾക്ക് ഒടുവിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് മത്സരിക്കുന്ന VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവർ നേതാക്കളുടെ പേരിലുള്ള പ്രകടനങ്ങൾ അവസാനിപ്പിക്കാനും ഫ്ലെക്സ് ബോർഡുകൾ എടുത്തുമാറ്റാനും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മലപ്പുറത്തെ കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടി നിർദ്ദേശം വന്നിട്ടും നഗരത്തിൽ KC വേണുഗോപാലിനെയും VD സതീശനെയും പിന്തുണച്ച് സ്ഥാപിച്ച ഫ്ലെക്സുകൾ എടുത്തുമാറ്റാൻ മടിച്ചു നിൽക്കുകയാണ്. മുഖ്യമന്ത്രി പദത്തിലേക്ക് പിന്തുണകൾ ഏറുന്നതും ഹൈക്കമാൻഡിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാതെ പോകുന്ന നേതാവിന് മന്ത്രിസഭയിൽ ആഭ്യന്തരം, ധനം പോലുള്ള പ്രധാന വകുപ്പുകൾ നൽകുന്ന പാക്കേജാണ് പരിഗണനയിലുള്ളത്. ഒപ്പം KPCC, AICC നേതൃത്വത്തിലും സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തേക്കുമെന്നാണ് വിവരം. രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളിലേതുപോലെ സ്ഥാനം ലഭിക്കാതെ പോകുന്ന നേതാക്കൾ പാർട്ടി വിട്ടു പോകുകയും അതുവഴി പ്രസ്ഥാനത്തിന് നഷ്ടമുണ്ടാകുകയും ചെയ്യുന്ന രീതി കേരളത്തിൽ ഉണ്ടാകാതിരിക്കാനാണ് നീക്കം മുന്നോട്ട് വെക്കുന്നത്. ഇത് എത്രമാത്രം പ്രാവർത്തികമാകും എന്നതിലും ആശങ്കകൾ ഉയരുന്നുണ്ട്. അതേസമയം പുതിയ സർക്കാർ വരുമ്പോൾ മലപ്പുറം ജില്ല വിഭജിക്കണമെന്നാണ് തിരൂർ സബ് കളക്ടർ ദിലീപ് K. കൈനിങ്കര ആവശ്യപ്പെടുന്നത്. ഭരണപരമായ കാര്യങ്ങളിലും പൊതു സൗകര്യങ്ങളിലും ഉണ്ടാകുന്ന പുരോഗതിക്കുള്ള നിക്ഷേപമായി ഇതിനെ കാണണമെന്നുമാണ് തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യമുന്നയിക്കുന്നത്. എന്നാൽ മെയ് 23-ന് മുമ്പായിരിക്കും മുഖ്യമന്ത്രി ആരെന്നതിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുക. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.